ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കട്ടിംഗ് സെയിലും അതുപോലെ തന്നെ കവർ സൈസ് പ്ലാന്റുകളുടെ സെയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മുൻപായിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ദയവായിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണണം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. പക്ഷെ അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എത്രയും പെട്ടെന്ന് ചെയ്യുന്നത്. നമ്മുടെ ബോഗൻവില്ല സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബോഗൻവില്ല സെയിൽ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് പേരെങ്കിലും ബോഗൻവില്ലയുടെ സെയിലിൽ ഒത്തിരി തട്ടിപ്പുകൾ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒത്തിരി കമൻറ്റുകൾ നമുക്ക് പേഴ്സണലായിട്ട് വരുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ആദ്യമേ വീഡിയോ ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഞാനല്ല ഈ പ്ലാന്റുകളൊന്നും സെയിൽ ചെയ്യുന്നത്. ഈ പ്ലാന്റ് സെയിൽ ചെയ്യുന്ന ആളുകളുടെ നമ്പറാണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളതിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ കട്ടിങ്സിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓർഡർ കൊടുക്കാവുന്നല്ല. കാരണം ഇതിൽ തന്നെ വേറെ ആണെങ്കിലും വേറെ വീഡിയോകളിലൊക്കെ ഉള്ള നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഒത്തിരി മോശപ്പെട്ട കമ്പുകൾ കിട്ടിയിട്ടുണ്ടെന്നുള്ള പരാതി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾക്ക് മോശം കമ്പുകളാണെങ്കിൽ നിങ്ങൾ അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റീഫണ്ട് ചെയ്യാൻ ചോദിക്കാവുന്നതാണ് അവരുടെ കയ്യിൽ നിന്നും. നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന ആളുകൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ കണ്ടിട്ടാണ് ഓർഡർ കൊടുത്തിട്ട് ഒരു ഡീറ്റെയിലും ചോദിക്കാതെ കമ്പുകൾ വാങ്ങുന്നവരുണ്ട്. അതുപോലെ തന്നെ കമ്പ് അയക്കുന്ന ആളുകൾ ആണെങ്കിലും ആ സെല്ലേഴ്സ് ആണെങ്കിലും നിങ്ങളോട് പറയാറുണ്ട്, ഈ ഒരു സൈസാണ് പ്ലാന്റിൻ്റെ കമ്പുകളെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ വാങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. ഇനി അതുകൊണ്ട് പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പ്ലാന്റിന് ഓർഡർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മോശമാണ് കമ്പുകളെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് പ്ലാന്റ് കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ഉറപ്പായിട്ടും ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്ലാന്റ് കയ്യിൽ കിട്ടുമ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ അത് അവർക്ക് പ്ലാന്റ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് കാണിച്ചിട്ട് നിങ്ങൾക്ക് റീഫണ്ട് എങ്ങനെയെങ്കിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ മറക്കാതെ ദയവായി എല്ലാവരും അത് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പ്ലാന്റിൻ്റെ കട്ടിങ് കൊടുക്കുന്നില്ലല്ലോ. ഞാൻ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നില്ല എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ഇതിൽ തന്നെ ഞാൻ കഴിഞ്ഞ 2 വീഡിയോ ചെയ്തിട്ടുള്ളതിൽ പുതിയതായിട്ടൊരു സെല്ലറെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ സെല്ലർ ഇതിന് മുമ്പും നമ്മളുടെ ഫസ്റ്റ് വീഡിയോകളിലൊക്കെ അവരുടെ പ്ലാന്റ്സാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അത് അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആണെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത്. എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ മാക്സിമം ചോദിച്ചിട്ട് മാത്രം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം നിങ്ങൾ ഓർഡർ കൊടുക്കാമെന്ന്. പക്ഷേ അവരുടെ പ്ലാന്റുകളൊക്കെ അത്യാവശ്യം നല്ല പ്ലാന്റുകളാണെന്നുള്ള കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അത്യാവശ്യം എല്ലാവരും. ഇപ്പോൾ ഇതിൽ ഞാൻ അവരുടെ ഈ വീഡിയോയിലും ഞാൻ കാണിക്കുന്നത് അവരുടെ നമ്പർ തന്നെയാണ്, അത് നിങ്ങൾ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒത്തിരി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ കാണുന്ന നമ്പറുകളൊക്കെ ഓരോ ആളുകളുടെ നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ആ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാണ്ട് ആ നമ്പർ നോട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇനി ആർക്കെങ്കിലും ഇതുപോലെ തന്നെ മോശമാണ് കമ്പുകൾ എന്നുള്ള കമൻറ്റുകളോ അല്ലെങ്കിൽ എല്ലാവരും തന്നെ ഇതിനെപ്പറ്റി കംപ്ലൈൻറ്റ് പറയുകയാണെങ്കിൽ ആ വീഡിയോയിൽ നിന്നൊക്കെ തന്നെ ഞാൻ ആ നമ്പറുകളൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ കൊടുക്കുന്ന ആൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അവർ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവർക്കുമായിട്ട് സംശയങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ആ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതുപോലെ ഒത്തിരി ആളുകൾക്ക് കവർ സൈസ് പ്ലാന്റുകൾ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. വളരെ വിലക്കുറവിൽ തന്നെയാണ് ഇവർ കവർ സൈസ് പ്ലാന്റുകൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞാൻ കൂടുതലായിട്ട് കാണിക്കുന്നില്ല, അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. കാരണം ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും ഒരു സംശയമാണ് IC മെത്തേഡിനെ പറ്റി, ഈ കട്ടിങ്സ് പിടിപ്പിച്ച് കിട്ടുന്നത്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ IC മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയിൽ കിടക്കുന്നുണ്ട്. അതിൽ നോക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഒത്തിരി വീഡിയോസ് കിട്ടും. അതിൽ നോക്കിയാലും ഈ IC മെത്തേഡ് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ IC മെത്തേഡ് വെച്ച് കഴിഞ്ഞാൽ ഇലകൾ വന്നതിന് ശേഷം കവർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇലകൾ കരിഞ്ഞു പോകുന്നു ഒത്തിരി പേര് പറയുന്നുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കവർ ഓപ്പൺ ചെയ്യരുത്. വളരെ സാവധാനത്തിൽ മാത്രമാണ് കവർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അതും ചെറുതായിട്ട് മുകളിൽ എവിടെയോ കട്ട് ചെയ്തിട്ട് പതുക്കെ ആയിട്ട് ഒരു 2 മാസത്തോളം അതിൻ്റെ അകത്തിരുന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിട്ട് ഒട്ടും വെള്ളം ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അഴിച്ചിട്ട് നമ്മൾ കവർ അഴിച്ചിട്ട് അതിലിത്തിരി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ച് കെട്ടി വെക്കാവുന്നതാണ്. പിന്നെ എനിക്ക് ഇത്ര അറിവൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ സെയിൽ ചെയ്യുന്ന ആളോട് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അതുപോലെ ഇലകൾ കണ്ടു കഴിയുമ്പോൾ തന്നെ ആളുകൾ കവർ അഴിക്കാൻ നോക്കും. ഇലകൾ വന്നു കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേരുകൾ വന്ന് തുടങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേരുകളൊക്കെ വരാനായിട്ട് ഒത്തിരി വൈകും. ഒരു 2 മാസത്തോളമൊക്കെ ചില പ്ലാന്റുകൾക്ക് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയതിനു ശേഷം മാത്രം, നന്നായിട്ട് വേര് വന്നതിന് ശേഷം മാത്രം പതുക്കെ കുറേ കവറിൻ്റെ ഒരു സൈഡൊക്കെ കട്ട് ചെയ്ത് പതുക്കെ ഒന്ന് ആ ക്ലൈമറ്റായിട്ട് ഓക്കെ ആയിട്ട് വരുമ്പോഴേക്കും പ്ലാന്റിൽ നമുക്ക് മാറ്റി നടാവുന്നതായിരിക്കും.
പിന്നെ അതുപോലെ കമ്പ് നട്ടതിന് ശേഷം നമ്മൾ കമ്പിലുള്ള ഇലകളൊക്കെ മാക്സിമം കട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് വേറൊരു കവറിട്ട് മൂടി കെട്ടി വെക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഇലകളിൽ അല്ലെങ്കിൽ ആ കിളിർപ്പിൽ പെട്ടെന്ന് ഫംഗസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ നട്ട് വെക്കണം കേട്ടോ. ഇനി ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ചെയ്യാം. അധികം വൈകാതെ തന്നെ ഒരു ഐസിഎം മെത്തേഡ് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് ഫേക്ക് ആളുകൾ ഓൺലൈൻ സെയിലായിട്ട് തട്ടിപ്പുകളായിട്ട് ഇറങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക, എന്നിട്ട് സൂക്ഷിച്ച് മാത്രം ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഈ കാണിക്കുന്നൊക്കെ കവർ സൈസ് പ്ലാന്റ്സ് ഇപ്പോൾ സെയിലിന് വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതൊക്കെ അവരിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട്. നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ്, അത്യാവശ്യം നല്ല റേറ്റ് കുറവിനാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ കമൻറ്റിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനൊക്കെ മറുപടി തരുന്നതാണ്. അതുപോലെ തന്നെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും തട്ടിപ്പുകളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ.